ദുറൂസ് പൗരന്മാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി സിറിയൻ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ. അതിശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന് പിന്നാലെയാണ് സിറിയൻ താൽക്കാലിക പ്രസിഡന്റിന്റെ പ്രതികരണം. യുദ്ധം അടിയന്തരമായി നിർത്തുമെന്ന് മാർക്കോ റൂബിയോ അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് ശക്തമായ ആക്രമണം ഇസ്രായേൽ ഡമാസ്കസിൽ നടത്തിയത്. ദക്ഷിണ സിറിയയിൽ ന്യൂനപക്ഷമായ ദുറൂസ് വിഭാഗക്കാർ നിരവധിയുണ്ട്. ഇവർക്കെതിരെ സിറിയയിൽ ആക്രമണം നടക്കുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. ദക്ഷിണ സിറിയയിലെ ദുറൂസ് കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ തടയുന്നതിനാണ് നടപടിയെന്ന് ഇസ്രയേൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ ഇന്നലെ രാത്രി ഡമാസ്കസിൽ നടത്തിയത്. ഇന്നും തുടർ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തി. സിറിയൻ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ ഇതേ തുടർന്ന് വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ദുറൂസ് പൗരന്മാരുടെ സുരക്ഷ പരമപ്രധാനമെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും അഹമ്മദ് അൽ ഷാറ പറഞ്ഞു. ആക്രമണം ആരംഭിച്ച ഉടൻ തന്നെ അമേരിക്ക കാര്യമായ ഇടപെടൽ നടത്തിയിരുന്നു. ആക്രമണം നിർത്തിവെപ്പിക്കാൻ ഉടൻ തന്നെ നടപടികളുണ്ടാകുമെന്ന് മാർക്കോ റൂബിയോ അറിയിക്കുകയും ചെയ്തു. ഇസ്രയേൽ ആക്രമണത്തിൽ ഡമാസ്കസിൽ വൻതോതിൽ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രസിഡന്റിന്റെ കൊട്ടാരവും പ്രതിരോധ ആസ്ഥാനത്തിനും ആക്രമണത്തിൽ കാര്യമായ തകരാറുകളും സംഭവിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.